ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുല്ലക്കാനത്തെ കർഷകനായ ശ്രീ ബേബി മാത്യുവുമായി അനുരാജ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് രാജാക്കാട് മുല്ലക്കാനത്തുള്ള കരോട്ടുകിഴക്കേൽ ബേബി മാത്യുവിൻ്റെ കൃഷിയിടത്തിലാണ്. ഏലവും കുരുമുളകും പോലെ തന്നെ മറ്റനേകം കാർഷിക വിളകളും കാർഷിക അനുബന്ധ വ്യവസായവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ബേബി മാത്യു തൻ്റെ അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്? കാർഷിക രംഗത്ത് ഒരു 15 വയസ്സായപ്പോൾ തുടങ്ങി. ഒരു 10-30 വർഷമായിട്ട് 45 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു കേട്ടോ അന്നത്തെ ഒരു കൃഷി രീതികൾ എന്തൊക്കെയായിരുന്നു? അന്നുള്ളത് പ്രധാന കൃഷി കുരുമുളകാണ്. പിന്നെ തെങ്ങുണ്ടായിരുന്നു, കമുകുണ്ട്, കാപ്പി ഉണ്ടായിരുന്നു, കൊക്കോ, ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. പിന്നെ പശു വളർത്തുന്നുണ്ടായിരുന്നു, പച്ചക്കറി കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ പ്രധാന കൃഷി ഏലമായി മാറിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ സ്ഥലത്ത് കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കുരുമുളക് കുറച്ചുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ കാപ്പി കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ കാപ്പി കൃഷി ഇങ്ങനെ തുടരാനുള്ളൊരു കാരണം? ഞാൻ കാപ്പിക്കുരു വറുത്ത് പൊടിച്ച് പാക്ക് ചെയ്ത് വിൽക്കുന്ന ഒരാളാണ്. ഞാൻ പ്രോസസ്സ് ചെയ്ത ഒരു കമ്പനി എനിക്കുണ്ട്. ഈസ്റ്റ്ലാൻഡ് എന്ന പേരിൽ ഒരു കാപ്പിപ്പൊടി നിർമ്മാണ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ കാപ്പിയോടുള്ള എൻ്റെ സ്നേഹം വളരെ വലുതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാപ്പി കൃഷി ചെയ്യാൻ കാരണമായത് ഒന്ന്. പിന്നെ രണ്ടാമത് പന്നിയാർകുട്ടിയിലെ ഒരു ചെരുവ് കൂടിയതും കൂടുതൽ വെയിലടിക്കുന്നതുമായ സ്ഥലമാണ്. അവിടെ മറ്റ് കൃഷികളെ പിടിപ്പിച്ചെടുക്കാൻ പാടാണ്. ഒരു 4 വർഷം മുമ്പ് 7 വർഷം മുമ്പ് ഞാൻ കാപ്പി കൃഷി ചെയ്യുന്ന സമയത്ത് ഏലത്തിന് ചെറിയ വിലയുള്ളൂ, 800 രൂപ, 1000 രൂപ. അന്ന് കാപ്പിയുടെയും ഏലത്തിൻ്റെയും വരുമാനം ഏകദേശം തുല്യമായിരുന്നു. അപ്പോൾ ഒരു കാര്യമായ പൈസ ഏലത്തിൽ നിന്ന് 800 രൂപ, 1000 രൂപ വില കിട്ടുമ്പോൾ ഒരു കിലോയ്ക്ക് 100-200 രൂപ ലാഭം വരുമായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഏക്കറിന് കിട്ടുന്ന വരുമാനം ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ കാപ്പിയും ഏലവും തുല്യവുമായിരുന്നു. അതിനുശേഷം ഏലക്കായ്ക്ക് വലിയ വിലയൊക്കെ വന്നത്. കാപ്പിക്ക് അതുപോലെ തന്നെ വില കൂടിയിട്ടുണ്ട്. പിന്നെ കാപ്പിയുടെ സ്നേഹം പണ്ടേ ഉണ്ടായിരുന്നത് കൊണ്ടും കൂടിയാണ് ഇങ്ങനെ ചെയ്തത്. ഈ ഈസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഈ കമ്പനി സ്ഥാപിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 20 വർഷമായി. അന്ന് ഏകദേശം അന്നത്തെ തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ കാപ്പിപ്പൊടികൾ വിവിധ തരത്തിലുള്ള കാപ്പിപ്പൊടികളാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. സാധാരണ കാപ്പിപ്പൊടി പ്യൂർ കോഫി എന്ന് പറഞ്ഞ് വിൽക്കും. അറബിക്കായും റോബസ്റ്റായും കൂടി മിക്സ് ചെയ്തിട്ട് റോയൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രുചിയിൽ ഉണ്ടാക്കിയെടുത്തു. ചിക്കരി ചേർത്ത കാപ്പിപ്പൊടി, ചിക്കരിയും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത കാപ്പിപ്പൊടി ഉണ്ടാക്കി. പിന്നീട് ചുക്ക്, കുരുമുളക്, ജീരകം എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പാരമ്പര്യ രീതിയിലുള്ള ചുക്ക് കാപ്പി ഉണ്ടാക്കി. ഉലുവായും കാപ്പിയും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന, ഏലക്കായും കുരുമുളകും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു പാരമ്പര്യ രീതിയുണ്ട്. അത് ഉലുവ കാപ്പി എന്നാണ് അതിന് പറയുന്നത്. കാപ്പിയാണ് കൂടുതലെങ്കിലും ഉലുവ കാപ്പി എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഒരു സ്പൈസി സ്ട്രോങ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാപ്പി ഉണ്ടാക്കി. അത്തരത്തിലുള്ള കാപ്പികളുടെ 5 കാപ്പിയായിട്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. ഈ കമ്പനിയൊക്കെ തുടങ്ങി ഏറെ കാലത്തിന് ശേഷമാണോ ഈ കാപ്പി കൃഷി ഇത്ര വിപുലമായിട്ട് തുടങ്ങിയത്? അത് വളരെ കാലത്തിന് ശേഷമാണ് കാപ്പി കൃഷിയിലേക്കൊക്കെ വന്നത്. അതിന് ഈ വ്യാപാരം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. എത്ര ഏക്കറിലാണ് ഈ കാപ്പി കൃഷി ചെയ്യുന്നത്? 4 ഏക്കർ സ്ഥലത്ത് കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ കമ്പനി ആവശ്യങ്ങൾക്കല്ലാതെ ഒരു സാധാരണ കർഷകൻ ഈ കാപ്പി കൃഷി ചെയ്യുന്നത് ലാഭകരമാണോ? കാപ്പി കൃത്യമായി പ്ലാൻ ചെയ്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലാഭകരമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാപ്പി കൃഷി ചെയ്യുമ്പോൾ കാപ്പി മാത്രമായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. കാപ്പി എന്ന് പറഞ്ഞാൽ അടിവിളയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 തട്ട് കൃഷി ചെയ്യണം. അല്ലെങ്കിൽ 4-5 തട്ട് കൃഷി ചെയ്യുമ്പോഴാണ് നമുക്കിത് ആദായകരമായിട്ട് വരുന്നത്. എനിക്കിതൊന്നും പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പല കാരണങ്ങളാൽ നീണ്ടുപോയി. ഒന്നാമതായിട്ട് നമുക്ക് കൊടിയിടാൻ പറ്റും, കുരുമുളക് ചെയ്യാൻ പറ്റും. അതിൻ്റെ 2ാം തട്ട് നമുക്ക് അവക്കാടോയോ അങ്ങനെ ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ 3ാമത്തെ തട്ടായിട്ട് സൂര്യപ്രകാശം മണ്ണിലേക്ക് അടിക്കാത്ത രീതിയിലുള്ള കൃഷിയാണ് നമുക്ക് കുറച്ചും കൂടി അഭികാമ്യം. അപ്പോൾ ചിലവ് കുറയും. മറ്റുള്ള പിന്നെ കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുകൂലമായ മണ്ണ് വെള്ളം ഒത്തിരി വലിഞ്ഞു പോകാത്ത, അല്ലെങ്കിൽ ഈ ജൈവാംശം വളരെ കൂടിക്കഴിഞ്ഞാൽ കുരുമുളകിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ കേടുകളും കുറഞ്ഞു നിൽക്കും. കാപ്പിയും കൊടിയും നമ്മൾ എവിടെ നോക്കിയാലും കാപ്പിക്കകത്ത് നിൽക്കുന്ന കൊടിക്ക് കേടില്ല. ആൾ പറയും കാപ്പി എല്ലാ കൃഷിയും നശിപ്പിക്കുന്നവനാണ്. പക്ഷേ അങ്ങനെയല്ല. കാപ്പിയും കൊടിയും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലത്താണ് ഏറ്റവും അധികം വിളവ് ലഭിക്കുന്നത്. വയനാട്ടിലും അല്ലെങ്കിൽ കർണാടകത്തിലുമൊക്കെ കാപ്പിക്കകത്ത് നിൽക്കുന്ന കൊടിക്ക് എന്ന് പറഞ്ഞാൽ കേടില്ല. അത് കാപ്പി ഓരോ വർഷം കവാത്ത് ചെയ്യുന്നത് വെട്ടി കൊടിയുടെ ചോട്ടിലേക്ക് കൂട്ടും. അപ്പോൾ ധാരാളം ജൈവാംശം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനങ്ങനെ കേടുമില്ല. ഈ മറ്റു വിളകളെ അപേക്ഷിച്ച് കാപ്പി കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെലവുകൾ കൂടുതലാണോ കുറവാണോ? കാപ്പി കൃഷി ചെയ്യുമ്പോൾ ചിലവ് കുറവാണ്. ക്രമീകരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കുറവാണ്.
ഞാനിപ്പോൾ കാപ്പിക്കകത്തൊരു പുതിയ പരീക്ഷണമാണ് നടത്തുന്നത്. എല്ലാവരും കവാത്ത് ചെയ്ത് കാപ്പിയുടെ വളർച്ച ലംബമായിട്ട് വളരുന്ന രീതിയാണ് കാപ്പിക്കുള്ളത്. ഞാൻ അവനെ വട്ടം തിരിച്ച് അല്ലെങ്കിൽ ആദ്യം അതിൻ്റെ കവാത്തെടുത്ത് അവനെ പടർത്താൻ നോക്കി. ആ പടർത്താൻ നോക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബലമുള്ള ഈ സംഭവം സിഗരറ്റ് ഒന്നും അത് വരില്ല. കുറച്ചൊക്കെ വരും എന്നുള്ളതല്ലാതെ ആവശ്യമുള്ളത് ശക്തിയില്ല. അത് ലംബമായി വളരുന്ന പ്രകൃതി ഉള്ളതുകൊണ്ട് അവനെ നമ്മൾ അങ്ങനെ വിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് 2-3 വർഷം കഴിയുമ്പോൾ വെട്ടി മാറ്റിയിട്ട് അപ്പോൾ അടിയിൽ നിന്ന് മുളച്ച് വരുന്നതിന് നിലനിർത്തണം. ഏതായാലും ചേട്ടൻ്റെ കമ്പനിക്ക് ആവശ്യമായ കാപ്പി സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലേ? പുറത്തുനിന്ന് വാങ്ങുന്നില്ലേ? ഞാൻ കാപ്പിക്കുരു പുറത്തുനിന്ന് വാങ്ങിക്കുക കൂടുതലും. അല്ല, നമുക്ക് അതിനുള്ള ആവശ്യമായത് കിട്ടില്ല എൻ്റെ അന്ന്. ഇപ്പോൾ എന്താണ് ഈ കാപ്പി വില? അത് ഈ വിലയിൽ ലാഭകരമാണോ കർഷകന്? ഇപ്പോൾ പരിപ്പിൻ്റെ വില 405 രൂപയ്ക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയത്. അത് കൃഷി ചെയ്യുന്നതിൻ്റെ ലാഭമോ നഷ്ടമോ കണക്കൂട്ടും നമ്മൾ ചെയ്യുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ. അല്ലാതെ നമുക്കൊരു കൃഷി ലാഭമാണെന്നോ ഒരു കൃഷി നഷ്ടമാണെന്നോ നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. ഏത് കാര്യവും എങ്ങനെയാണ് നമുക്ക് ചെയ്യാം. കമ്പനിക്ക് ആവശ്യമായ കാപ്പി കുരു എവിടെ നിന്നാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്? അത് നമുക്കിവിടെ രാജാക്കാട് സെല്ലൊന്നും കിട്ടാനില്ലാതെയായിട്ടുണ്ട്. ഇപ്പോൾ കട്ടപ്പനയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അവിടെ ധാരാളമായിട്ട് കിട്ടാനുള്ളൂ. ഈ സ്ഥലങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ഈ കാപ്പിക്കുരുവിൻ്റെ ഗുണനിലവാരത്തിൽ വ്യത്യാസം വരാറുണ്ടോ? കാപ്പിക്ക് വ്യത്യസ്തം വളരെ ഓരോ ഭൂമിയുടെ മണ്ണിൻ്റെ ഘടനയനുസരിച്ച് രുചി വ്യത്യാസം ഗുണവ്യത്യാസമുണ്ട്. പെട്ടെന്ന് അറിയാൻ കഴിയുന്ന വാഴക്കാപ്പഴത്തിനാണല്ലോ അറിയാമല്ലോ. അടിമാലിയിലെ അല്ലെങ്കിൽ കോതമംഗലത്ത് ഒക്കെ വാഴപ്പഴത്തിൻ്റെ രുചിയല്ല ഇടുക്കി രാജാക്കടയിലേക്ക് വരുമ്പോഴത്തേക്ക് രുചി കുറച്ച് മാറുന്നുണ്ട്. ഓരോ ഭൂമിക്കനുസരിച്ചിട്ട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ടല്ലോ. അത് കേരളത്തിൽ ഈ ഓരോ കൃഷികൾക്കും അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന ആളുകൾ ഓരോ താലൂക്കുകളിലെ സാധനം മാത്രമേ എടുക്കാറുള്ളൂ. കയറ്റുമതി ചെയ്യുന്ന ആൾക്ക് ഇതിൻ്റെ ഗുണമേന്മയൊക്കെ കൃത്യമായിട്ട് അവർക്ക് അറിയാം. അവർ ചില സ്ഥലത്തെ വാഴക്കൊല ഞാലിപ്പൂവും വാഴക്കൊല വാങ്ങിക്കില്ല, ചില സ്ഥലത്തെ വാങ്ങിക്കുള്ളൂ. കപ്പ വാങ്ങിക്കുന്നതിന് അങ്ങനെ ഭൂമിയുടെ ഗുണമേന്മ അനുസരിച്ചിട്ട് അവർക്ക് ഇതിനെപ്പറ്റി എല്ലാം നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തെ സാധനവും എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഈ ശരാശരി എത്ര കിലോ കാപ്പിക്കുരു വേണം ചേട്ടൻ്റെ കമ്പനിയിലേക്ക് ഒരു മാസം? അതെനിക്ക് വലിയ കുറേ അധികം ആവശ്യമുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പ്രധാനമായും കാപ്പിപ്പൊടി മാത്രമല്ല ചെയ്യുന്നത്. എനിക്കൊരു ചുക്കാപ്പിയാണ് എൻ്റെ പ്രധാന ഐറ്റം. അതാണ് കൂടുതൽ വിറ്റ് പോകുന്നത്. ഈ ചുക്കുകാപ്പിക്ക് ഒരു സീസണൊക്കെ ഉണ്ടോ? ചുക്കാപ്പിക്ക് ഏറ്റവും അധികം വിൽപ്പനയുള്ളത് മഞ്ഞുകാലത്താണ്. നവംബർ, ഡിസംബർ, ജനുവരി ആ സമയത്താണ്. മഞ്ഞുകാലം വരുമ്പോഴാണ് ഏറ്റവും അധികം വിൽപ്പന ഉണ്ടാകുന്നത്. എത്ര ജീവനക്കാർ കമ്പനിയിലുണ്ട്? 12 പേരെ ജോലിക്കാറുണ്ട്. സ്ഥിരമായിട്ട് അത്രയും? സ്ഥിരമായിട്ട് 10 പേര് സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എത്ര ഏക്കറിലാണ് ഏലം കൃഷി ചെയ്യുന്നത്? ഏകദേശം ഒരു 8 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഏതിനം ഏലമാണ്? അത് പലജന ഏലം കൃഷി ചെയ്യുന്നുണ്ട്. എങ്കിലും എൻ്റെ സഹോദരന്മാർ വികസിപ്പിച്ചെടുത്തൊരു ഇനമുണ്ട്. ഞാൻ നെയ്മക്കാടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏലം കൃഷിയിലേക്ക് പിന്നീട് ചെയ്യുന്ന ആളാണ്. ഒരു ചേട്ടൻ ടോമിയും അനിയൻ ജോബിയും കൊണ്ട് ചേർന്ന് അവർ നല്ലൊരു ഏലം കണ്ടെത്തി അവരതിനെ വികസിപ്പിച്ചെടുത്തു. ആ ഏലവർഷമാണ് ഞാനത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അതിനാണ് രോഗ കീടബാധകൾ കുറവാണ്. എന്താണ് ഏലത്തിൻ്റെ പേര്? നെയ്മക്കാട് എന്നാണ് അവർ പറയുന്നത്. അത് വ്യാപകമായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാനാർക്കും കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാനും പുതിയ കൃഷിക്കാരനായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയാൻ അറിയില്ല. അവിടെ അതിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ രോഗപ്രതിരോധ ശേഷി മാത്രമാണോ? രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്. പിന്നെ വെച്ചിട്ട് വിളവ് കൂടുതലും തോന്നുന്നുണ്ട്. അവിടുത്തെ കല്ലാറിൽ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്, അഴുകൽ കൂടിയ സ്ഥലമാണ്. ഈ ഏലത്തിന് കുറച്ച് അഴുകൽ കുറവുണ്ട്. താരതമ്യേന മറ്റുള്ള ഏലമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അഴുകൽ കുറവാണ്. അഴുകൽ രോഗമാണ് കുറവുണ്ട്. പിന്നെ ചരത്തിൻ്റെ നീളം കുറവുള്ളതുകൊണ്ട് എല്ലാം കൂടി കെട്ടി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ മരുന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ വളവും തോന്നിയില്ലെങ്കിലും പറിച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള മറ്റുള്ള ഏലത്തെ പോലെ തന്നെ വിളവ് കിട്ടും. മരുന്നടിക്കുമ്പോഴേ കുറച്ച് എളുപ്പമുണ്ട്. അത് ഹൈ റേഞ്ചിൽ ഇന്ന് വ്യാപകമായിട്ടുള്ളത് ഞെള്ളാനി എന്ന ഇനം ഏലമാണല്ലോ. ഇതും കൃഷി ചെയ്യുന്നുണ്ടോ? ഞെള്ളാനി കുറച്ചുകൂടെയുണ്ട്. ഈ മുല്ലക്കാലത്ത് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം ചേട്ടന് തോന്നിയത് എന്താ? നെയ്മക്കാടെന്ന് പറഞ്ഞ ഇനത്തിലാണ് ആരോഗ്യം കൂടുതൽ കാണുന്നത്. ഞെള്ളാനിക്ക് അത്ര ആരോഗ്യം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഓരോ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഉണ്ടാവാം. എങ്ങനെയാണ് ഇതിൻ്റെ ഈ വളപ്രയോഗം എങ്ങനെയാണ്? ഞാൻ മഴക്കാലത്ത് അങ്ങനെ വളം ഇടാറില്ല. മറ്റു കർഷകർ സാധാരണ മഴക്കാലത്താണ് വളപ്രയോഗം കൂടുതലെന്ന് തോന്നുന്നു. മഴക്കാലത്തെന്ന് പറഞ്ഞാൽ ഒരു ഏപ്രിൽ മെയ് മാസത്തിലേക്ക് ചാണകം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായി വളവിടുക. 1-2 മാസം മഴ കൂടിയില്ലെങ്കിൽ മഴയുടെ ആ സമയം കൊണ്ട് ഒരു മെയ് മാസത്തിൽ വളവിടിയിൽ നിർത്തും. പിന്നെ ഏലത്തിന് ഒന്നും ചെയ്യാൻ പോകാറില്ല. പിന്നെ മരുന്നടിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഡോളമൈറ്റ് ഇടാറുണ്ട്. പിന്നെ മഴ കുറയുന്ന സമയത്ത് ഒക്ടോബർ മുതൽ പിന്നെ വളപ്രയോഗം തുടങ്ങുന്നത്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
ഇപ്പോൾ ഇതുകൂടാതെ ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു കാര്യമാണ് പ്രത്യേക രീതിയിൽ നട്ടിരിക്കുന്ന മരച്ചീനി കൃഷി. അതെന്ത് ഇനം മരച്ചീനിയാണ്? അത് നമ്മുടെ കഴിഞ്ഞ സാധാരണയുള്ള പത്തിരട്ട് എന്ന് പറഞ്ഞൊരു ഇനം കാപ്പിയാണ്. നല്ല കയ്പുള്ള കപ്പയാണ്. പക്ഷേ എലി നന്നായി തിന്നുന്നുണ്ട്. കയ്പില്ലായിരിക്കും ചിലപ്പോൾ, ഉണ്ടായിരിക്കാം. പത്തിരട്ട് എന്ന് പറയാനാണ് ചെയ്തിരിക്കുന്നത്. എലി ശല്യം കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ എലി എന്നാലും തിന്നുന്നുണ്ട്. ഈ മറ്റ് കപ്പ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുപ്പിച്ചാണ് നട്ടിരിക്കുന്നത്. എന്താണ് അതിലേക്ക് വരാനുള്ള സാഹചര്യം? നമ്മൾ ഇടുക്കിക്കാരാണ് കപ്പ ഇങ്ങനെ ഉടൽ വെട്ടി അതിനൊരു വീടുണ്ടാക്കി കൊടുക്കുന്നു, അതിനൊരു വലിയ കപ്പ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ നാട്ടിൻപ്രദേശത്ത് ചെല്ലുന്ന ആളുകൾ ഇങ്ങനെ കപ്പ ഇങ്ങനെ പാകി വിടും. അവർ പാടം കൃഷി ചെയ്യുന്ന നെല്ല് കൃഷി ചെയ്യുന്ന ആളുകൾ ആയതുകൊണ്ടാകാം അവരങ്ങനെ കൃഷി ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഇടുക്കിയിലെ കൃഷി മറ്റു സ്ഥലത്തെ കൃഷികളും. അവരെല്ലാം അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വളരെ ചേർത്ത് കപ്പ നടുന്ന രീതിയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഒരു 3-4 മാസം കൊണ്ട് അതിൻ്റെ അകത്ത് പിന്നെ കാടുണ്ടാകാതെയാവും. ആദ്യത്തെ 2-3 മാസം നമ്മൾ കപ്പയും വളർത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കാടുണ്ടാവില്ല. ആ ഒരു സൗകര്യമാണ് ഞാൻ കണ്ടത്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ഇപ്പോഴാണെങ്കിൽ എലിയുടെ ശല്യം കാടില്ലായിരുന്ന എലിയുടെ ശല്യം കുറയുമല്ലോ. അങ്ങനെ കൃഷിച്ചെലവും കുറയും. പിന്നെ വിളവ് പറിച്ചെടുത്താലാണ് നമുക്കിത് അറിയാൻ പറ്റത്തുള്ളൂ. എന്നാലും കണ്ടിട്ട് നമ്മൾ വലിയ ഉടൽ ചെയ്യുന്ന അതേ വിളവ് തന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനത് കിറ്റാച്ചി കൊണ്ടാണ് കപ്പയ്ക്ക് ഉടലെടുത്തത്. അത് ഉടലെടുക്കുകയല്ല ചെയ്ത് വാരം കോരുവാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കപ്പ നടാനായിട്ട് പ്രത്യേക കാര്യമായ ചിലവൊന്നും വന്നില്ല. കപ്പത്തണ്ടിന് വലിയ വിലയുള്ള സാധനമല്ലല്ലോ. അത് നമ്മൾ ചെറുതായി മുറിച്ച് നട്ടു, അത്രേ ഉള്ളൂ. ഏകദേശം ഒരു 10 സെൻറ്റിൽ എത്ര മൂട് ഇങ്ങനെ നട്ടാൽ മരച്ചീനി നടാൻ കഴിയും? ഏകദേശം ഒരു 250-300 ഇടയ്ക്കാണ് ഞാൻ നട്ടേക്കുന്നത് 10 സെൻറ്റിന്. എന്നാൽ 17 സെൻറ്റിന് 400 ചൂട് കപ്പയായിട്ടേക്കുന്നത്. ഏതാണ്ട് 1/2 ഏക്കറോളം സാധാരണ രീതിയിൽ കൃഷി ചെയ്യുവാണെങ്കിൽ 1/2 ഏക്കർ ചെയ്യേണ്ട കൃഷി 20 സെൻറ്റ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അതിൻ്റെ വിളവ് കൂടെ കണ്ടാലേ നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ കൃഷിച്ചെലവ് ഒത്തിരി കുറവുണ്ട് എന്തായിരുന്നാലും. പക്ഷേ ആദ്യത്തെ 4 തവണ കൊണ്ട് കാട് കാട് തെളിക്കാന്നുള്ള പണി അങ്ങ് ഒഴിവാകും. ഞാൻ പിന്നെ കപ്പയുടെ ചോട്ടിൽ ഇഞ്ചി നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കപ്പ എപ്പോഴും ഇവിടെ ഇട്ടാലും ഇഞ്ചികൾ നട്ടു വെക്കുന്നത് 2-3 ഇഞ്ചികൾ നട്ടു വെക്കും. അതൊരു എത്രയായാലും വിളവത്തിൻ്റെ ഒരു 4 ഇരട്ടിയൊക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട്. അത് കൃഷിയായിട്ടൊന്നും കാണുന്നില്ല. ആ കൂടെ അങ്ങ് നട്ടു വെക്കുന്നത് തന്നെയേ ചെയ്യുള്ളൂ, പിന്നെ ഒന്നും ചെയ്യാൻ പോവില്ല. ഈ കപ്പ നട്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഞാനിവിടെ വന്നപ്പോൾ തെങ്ങ് കൃഷിയും കണ്ടത്. അതെന്താണ് അതിൻ്റെ പ്രത്യേകത? ഞാൻ തെങ്ങ് നട്ടത് ഏലം കൃഷി വെച്ച അതേ അകലത്തിൽ ഒരു 10 അടി അകലത്തിൽ തെങ്ങ് വെച്ചെന്നേ ഉള്ളൂ. 2 ലൈൻ തെങ്ങേ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തെങ്ങിന് ഉള്ള വിശ്വാസക്കുറവുകൊണ്ടാണ്. നമുക്കിവിടെ കേടൊരു വലിയ കൃഷിയാണ് 20 അടി അകലത്തിലാണ് നമുക്ക് തെങ്ങ് വെച്ചാലാണ് ഉണ്ടാകത്തുള്ളൂ. കാരണം ഒരു തെങ്ങിൻ്റെ ഒരു 18 അടി എങ്കിലും നീളത്തിൽ മടൽ വരും. ആ 18 അടി എന്ന് പറഞ്ഞാൽ 2 എണ്ണം തമ്മിൽ പകുതി കയറി നിൽക്കുന്നതാണ് തെങ്ങ് കൃഷിക്ക് ഏറ്റവും നല്ലത്. അത് ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തെങ്ങിന് ഈ മഹാടി എന്തെല്ലാം കേടുകളാണ്. കൊമ്പൻ ചെല്ലി, പലതരത്തിലുള്ള മഞ്ഞളിപ്പോൾ, അങ്ങനെ പല കേടുകളാണ്. അപ്പോൾ എന്തെങ്കിലും പോയാലും അതിനെ ഗൗരവമായി കാണണ്ട എന്ന് വിചാരിച്ച് ഒരു സങ്കടം വരാതിരിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ. അല്ലാതെ അത് കൃഷിയുടെ നല്ല കൃഷിയായിരിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ കൃഷി ചെയ്യാമെന്ന് കഴിയുന്ന വിജയകരമായി കൃഷി ചെയ്തിരിക്കുന്നത് കാണുകയും ചെയ്യാം. കാരണം അവിടെ കഷ്ടിച്ചിട്ട് 8 അടി അല്ലെ 10 അടി അകലത്തിൽ ഒരു ലൈൻ തെങ്ങ് വെച്ചേക്കുന്നത് കാണാം. അത് അങ്ങോട്ടും വെയിൽ കിട്ടുന്ന ശ്രദ്ധയ്ക്ക് മാറി നിന്ന് നന്നായി കായ്ക്കുന്നത് കാണാം. ഏതിനം തെങ്ങാണിത്? ഇത് ഞാൻ ജൗളിത്തെങ്ങ് വാങ്ങിയിട്ട് പാകി മുളപ്പിച്ചെടുത്ത ചെന്തെങ്ങിൻ്റെ തേങ്ങ വാങ്ങിയിട്ട് പാകി മുളപ്പിച്ചു. അപ്പോൾ അതിനകത്ത് ചെന്തെങ്ങ് ഒരെണ്ണം പോലും ഇല്ല. എല്ലാം പച്ചക്കളറോ മറ്റേതെങ്കിലും കളറാണ്. എന്തായാലും ചെന്തെങ്ങ് ഒരെണ്ണം പോലും ഉണ്ടായില്ല. ബാക്കിയെല്ലാം മറ്റു തരത്തിലുള്ള കളറുകളാണ് കാണുന്നത്. ഈ സാധാരണ ഇതിന് എത്ര വർഷം വേണം വിളവെടുപ്പിന് പാകമാകാൻ? എൻ്റെ വീട് പന്നിയാക്കുട്ടിലാണ്. അവിടെ 5 വർഷം കൊണ്ട് കായ്ക്കുന്ന ഞങ്ങൾ തേങ്ങ ഇടാറുണ്ടായിരുന്നു. നല്ല തെങ്ങിൻ തൈ ആണെങ്കിൽ ഒരു തെങ്ങിൻ്റെ തൈ വെച്ചാൽ 5 വർഷം അല്ല 6 വർഷം കൊണ്ട് കായ്ക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ 4-5 വർഷം ആകാൻ പോകുന്നു. പക്ഷേ കായ്ച്ചൊന്നും കണ്ടിട്ടില്ല. കായ്ക്കുന്ന മട്ട് കാണുന്നില്ല. ഒരു വർഷത്തോടൊക്കെ നീളുമെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ്റെ ചെറുപ്പകാലത്ത് തറവാട് വീടിരുന്നത് പന്നിയാർകുട്ടിയിലായിരുന്നല്ലോ അല്ലേ? പന്നിയാർകുട്ടിയും മുല്ലക്കാനും തമ്മിൽ ഏതാനും കിലോമീറ്ററുകളുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ 2 സ്ഥലത്തും ഈ കൃഷി രീതികൾ അല്ലെങ്കിൽ കാർഷിക വിളകളുടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പന്നിയാർകുട്ടിയും ഇത് 4 കിലോമീറ്റർ അകലമുണ്ടെങ്കിലും പക്ഷേ ഉയരം 600 അടിയാണ് കൂടുതൽ. ഉയര വ്യത്യാസം 600 അടിയുടെ ഉയര വ്യത്യാസമുണ്ട്. അപ്പോൾ ആ 600 അടിയുടെ ഭയങ്കരമായ കാലാവസ്ഥയിലെല്ലാം മാറ്റമുണ്ട്. തണുപ്പ് കൂടുതലുണ്ട്, തെങ്ങിൻ്റെ വളർച്ച കൂടുതലുണ്ട്. ചില കൃഷികൾക്ക് അവിടെ പ്ലാവൊക്കെ കായ്ച്ചു കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ഇവിടെ കായ്ക്കാൻ തുടങ്ങത്തുള്ളൂ. അത്രയും വ്യത്യാസമുണ്ട്. എല്ലാ കാര്യത്തിനും ഇവിടെ അവിടത്തിനേക്കാൾ വൈകിയാണ് ഇവിടെ എല്ലാം വിളവായി വരുന്നത്. ഈ പന്നിയാർകുട്ടിയിൽ ഇപ്പോഴും ഈ തെങ്ങ് കൃഷിയൊക്കെ ഉണ്ടോ ആ മേഖലയിൽ? എനിക്കുമുണ്ട്, കുറച്ച് തെങ്ങ് കൃഷി അവിടെ ഉണ്ട്. ഞാൻ നട്ടതുകൊണ്ട് പാർന്നമാർ നട്ടതുകൊണ്ട്. ഈ തെങ്ങല്ലാതെ വേറെ എന്തൊക്കെയാ റബ്ബർ കൃഷിയുണ്ടോ അവിടെ? ഇല്ല, അവിടുത്തെ റബ്ബർ കൃഷിയൊക്കെ നിന്നുപോയി. കാരണം റബ്ബർ വെട്ടാൻ ആളില്ലാതെയും അതിൻ്റെ പല കാരണങ്ങളാൽ അതങ്ങ് റബ്ബർ കൃഷി അവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വർഷമൊക്കെ നിന്നുപോയി. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ വീട്ടിൽ ശ്രദ്ധിച്ചൊരു കാര്യം, വീടിൻ്റെ മുറ്റത്ത് മനോഹരമായൊരു ഫ്രൂട്ട്സ് ഗാർഡൻ, ഒരുപാട് ഫലവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട്. എന്തായിരുന്നു അതിലേക്കൊരു സാഹചര്യം? അത് ആരെങ്കിലും സുഹൃത്തുക്കളെന്നെങ്കിൽ വന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു പറിച്ച് തിന്നാനൊരു പഴം, അത്രയൊക്കെ ഉദ്ദേശിച്ചുള്ളൂ. ഒരു ആദായം വെച്ച് ചെയ്തൊന്നുമല്ല, ചുമ്മാ കുറേ ഏതെങ്കിലും കണ്ടുകൊണ്ടിരിക്കാനൊരു ഭംഗി, അത്രയൊക്കെ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഫലവൃക്ഷങ്ങളും ഉണ്ട്, കുറേ പേരയും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, റംബുട്ടാനും അത് ഇതൊക്കെ ഉണ്ട്. ഇത് ഈ റംബുട്ടാനൊന്നും വരുമാനം ഉദ്ദേശിച്ച് ചെയ്തതല്ല? ഒന്നും വരുമാനം ഉദ്ദേശിച്ച് ചെയ്തതല്ല. അതത് പറിച്ച് കൊടുക്കാനൊന്നും അങ്ങനെയൊന്നും സമയമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് അതങ്ങനെ കുറച്ച് കാഴ്ചയോടെ നിൽക്കും. ആരെങ്കിലും പറിച്ചുകൊണ്ട് പോകും, കുറേയൊക്കെ പറിക്കും, കുറേ പക്ഷി തിന്നും, അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഈസ്റ്റ്ലാൻഡ് എന്ന് പറയുന്നൊരു കമ്പനി, അതോടൊപ്പം തന്നെ ഈ കൃഷി, ഇതെല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ സമയം എങ്ങനെയാണ് ഇതിനൊക്കെ കണ്ടെത്തുന്നത്?
എങ്ങനെയാണ് ദിനചര്യ? അതങ്ങനെ പ്രത്യേക ഒരു ദിനചര്യ എനിക്കില്ല. രാവിലെ ആയിട്ട് ജോലി തരുന്ന സമയത്ത് 8:30ക്കാണ് സാധാരണ ഇത് കമ്പനി പണി തുടങ്ങുന്നത്. ചിലപ്പോൾ 7:30 തിരക്കുള്ള സമയത്ത് 7:30 തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഓടിപ്പോയി തുറക്കും. അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്രമീകരിച്ച് എല്ലാം പരിചയസമ്പന്നരായ ജോലിക്കാരാണ് എനിക്കുള്ളത്. ഞാൻ പൊതുവെ ഒരു കാര്യം നേരിട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാനില്ലാതെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ക്രമമായി നടന്നു പോകുന്നുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? ഭാര്യ, 3 മക്കൾ. വീട്ടിലുള്ളവരെല്ലാം കൃഷി കാര്യങ്ങളിൽ സഹായിക്കാറുണ്ടോ? അവരൊന്നും കൃഷിയിലൊന്നും സഹായിക്കാറൊന്നുമില്ല. അതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. കിസാൻ വാണി ശ്രോതാക്കളുമായി തൻ്റെ കാർഷിക അനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കുവച്ച ബേബിച്ചേട്ടന് നന്ദി. നന്ദി. സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുല്ലക്കാനത്തെ കർഷകനായ ശ്രീ ബേബി മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. പൊലിമയേറും പുലാസാൻ. തൃശൂർ നാഷണൽ ബ്യൂറോ ഓഫ് ജനറ്റിക് റിസോഴ്സിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ ജോസഫ് ജോണിൻ്റെ ലേഖനത്തിൽ നിന്ന്. മലയാളികൾ ഫിലോസാൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പുലാസാൻ കേരളത്തിൻ്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഫലവൃക്ഷമാണ്. ഇടനാട്ടിലും എക്കൽ അടിയുന്ന വളക്കൂറുള്ള നദീതടങ്ങളിലും സമൃദ്ധമായി വളരുന്ന ഈ തെക്ക് കിഴക്കൻ ഏഷ്യൻ പഴം റംബൂട്ടാന്റെയും ലിച്ചിപ്പഴത്തിൻ്റെയും വളരെ അടുത്ത ബന്ധുവാണ്. 8 മുതൽ 10 വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി 80 കിലോ പഴങ്ങൾ കാര്യമായ പരിചരണമൊന്നും കൂടാതെ ലഭിക്കുന്നു. കായ്കൾ കിലോയ്ക്ക് 100 മുതൽ 150 രൂപ നിരക്കിൽ കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ വിൽക്കാമെന്നതിനാൽ പുലാസാന്റെ കൃഷി വ്യാപനം കേരളത്തിലെ കർഷകർക്ക് ആദായം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാഴ്ചയിലും രൂപത്തിലും ഉപയോഗക്രമത്തിലും കൃഷിരീതിയിലുമൊക്കെ റംബൂട്ടാനുമായി വളരെ സാമ്യം പുലർത്തുന്നു. റംബൂട്ടാൻ മരങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ് പടർന്നു വളരുന്ന ഈ ചെറുവൃക്ഷത്തിന് ധാരാളം ശാഖോപശാഖകളുണ്ട്. ജനുവരി ഫെബ്രുവരി മാസം പൂവിടുന്ന മരങ്ങളിൽ ഏതാണ്ട് 120-140 ദിവസം കൊണ്ട് കായകൾ മൂപ്പെത്തുന്നു. കേരളത്തിൽ പഴക്കാലം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാണ്. ഇതിൻ്റെ കായകൾക്ക് റംബൂട്ടാനേക്കാൾ ഏകദേശം ഇരട്ടിയിലധികം ഭാരമുണ്ട്. കട്ടിയുള്ള തോടും തോടിനു പുറത്തെ കുറ്റിമുള്ളുകളും വിത്തിൽ നിന്ന് നിഷ്പ്രയാസം അടർത്തിയെടുക്കാവുന്ന കാമ്പുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. കായുടെ ശരാശരി ഭാരം 50 ഗ്രാം. നേരിയ വെള്ള നിറത്തിൽ വിത്ത് പൂർണ്ണമായും പൊതിഞ്ഞിരിക്കുന്ന മാംസളമായ ഏറിൽ അഥവാ ഉൾക്കാമ്പാണ് ഭക്ഷ്യയോഗ്യം. കായ്കൾ 8 മുതൽ 10 വരെ എണ്ണം വീതമുള്ള കുലകളായി വളരുന്നു. ഞെട്ടിന് നീളം കുറവായതിനാൽ കായ്കൾ കുലയിൽ ഒട്ടിച്ചേർന്ന് കാണും. കൃഷിരീതി: സമതലങ്ങളിലെയും നദീതടങ്ങളിലെയും നീർവാർച്ചയുള്ള എക്കൽ മണ്ണും വളക്കൂറുള്ള ലാറ്ററൈറ്റ് അഥവാ ഇളക്കമുള്ള ചെങ്കൽ മണ്ണും അനുയോജ്യമാണ്. ശരാശരി 7.5 മീറ്റർ മരങ്ങൾ തമ്മിലും വരികൾ തമ്മിലും അകലം നൽകണം. തനിവിളയായി ഒരേക്കറിൽ 160 മുതൽ 175 മരങ്ങൾ വരെ നടാം. മറ്റു മരങ്ങളുടെ തണലിൽ നിന്ന് 6 മുതൽ 7 വരെ മീറ്റർ മാറ്റി വേണം നടാൻ. കാലവർഷാരംഭത്തോടെ 2.5 മുതൽ 3 വരെ അടി സമചതുരത്തിലുള്ള കുഴികളെടുത്ത് 15-20 കിലോ പഴകിപ്പൊടിഞ്ഞ കാലിവളവും ബാക്കി മേൽമണ്ണും ലഭ്യതയ്ക്കനുസരിച്ച് കുറച്ച് ആറ്റുമണലും ചേർത്ത് കുഴി മൂടിയിടുക. പുലാസാൻ വിത്തുകൾക്ക് വിത്തിലെ ജലാംശം കുറയുന്നതിനനുസരിച്ച് അങ്കുരണശേഷിയും വളരെ വേഗം നഷ്ടപ്പെടുന്നു. അതിനാൽ പഴുത്തുപാകമായ കായ്കളിൽ നിന്നും ശേഖരിച്ച വിത്തുകൾ ആറ്റുമണൽ വിരിച്ച തവാരണകളിലോ പോട്ടിംഗ് മിശ്രിതം നിറച്ച പോളിത്തീൻ കൂടകളിലോ കഴിയുന്നതും വേഗം പാകണം. ദീർഘദൂരം വിത്തുകൾ സൂക്ഷിക്കേണ്ടതായോ കൊണ്ടുപോകേണ്ടതായോ വന്നാൽ പഴം തോടോടുകൂടി മുഴുവനായോ അല്ലെങ്കിൽ വിത്തുകൾ അറക്കപ്പൊടിയിൽ പൊതിഞ്ഞോ ഒരാഴ്ച വരെ അങ്കുരണശേഷി നഷ്ടപ്പെടാതെ സംരക്ഷിക്കാവുന്നതാണ്. പുലാസാനിലും ആൺ പെൺ മരങ്ങൾ വെവ്വേറെയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നല്ല ഗുണമേന്മയുള്ള മാതൃവൃക്ഷത്തിൽ നിന്നും പാച്ചു ബഡ്ഡിംഗ് വഴി തയ്യാറാക്കിയ ഒട്ടുതൈകൾ നടാൻ ശ്രദ്ധിക്കണം. ജൂലൈ മാസമാണ് വിത്തു ശേഖരിക്കാൻ പറ്റിയ സമയം. വിത്തുമുളപ്പിച്ചുണ്ടാക്കിയ ഒരാണ്ടൻ കൂടത്തൈകളോ വശം ചേർത്തൊട്ടിച്ച ഒരാണ്ടൻ ബഡ് തൈകളോ തയ്യാറാക്കിയ കുഴികളിൽ കാലവർഷാരംഭത്തോടെ നടാം. ഒട്ടുഭാഗം തറനിരപ്പിൽ നിന്നും 1 ചാൺ ഉയർന്നു നിൽക്കണം. ഒട്ടുതൈകൾ കാറ്റിൽ ഉലയരുത്.
നട്ട് 1 മാസത്തിനകം പുതിയ തളിരുകൾ വന്നു തുടങ്ങിയാൽ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി 1/2 കിലോ വീതം എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് തുടങ്ങിയവ തൈയുടെ ചുവട്ടിൽ നിന്നും 2 ചാൺ മാറ്റി വിതറി കൊത്തി ഇളക്കി കൊടുക്കാം. മെടഞ്ഞ ഓലയോ കമുകിൻ പട്ടയോ വാഴക്കച്ചിയോ മറ്റോ ഉപയോഗിച്ച് നവംബർ മെയ് മാസം ചെടികൾക്ക് ഭാഗികമായി തണൽ നൽകണം. മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ കരിയിലയും മറ്റു ജൈവ അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ചെടിയുടെ ചുവട്ടിൽ പുതയിടാം. വാഴപ്പിണ്ടി വെട്ടി ചെടിയുടെ ചുവട്ടിൽ അടുക്കുന്നതും തുണി തിരിയിട്ട് ഒരു മൺകുടം വെള്ളം നിറച്ച് ചെടിയുടെ ചുവട്ടിൽ വയ്ക്കുന്നതും മറ്റു വിധത്തിൽ തുള്ളിനന കൊടുക്കുന്നതും വേരുപടലം വളരാനും അതുവഴി ചെടിയുടെ വളർച്ച കൂട്ടാനും ഉപകരിക്കും. വാഴ തുടങ്ങിയ ഇടവിളകൾ നട്ടും ആരംഭ വർഷങ്ങളിൽ തണൽ ക്രമീകരിക്കാം. ഒട്ടുതൈകൾ 3-ാം വർഷവും വിത്തുമുളപ്പിച്ചവ 5 മുതൽ 6 വരെ വർഷം കൊണ്ടും കായ്ക്കും. എങ്കിലും 8 മുതൽ 10 വരെ വർഷം കൊണ്ടേ നല്ല കായ്ഫലം തന്നു തുടങ്ങുകയുള്ളൂ. 10 വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി 80 മുതൽ 100 കിലോഗ്രാം പഴം ലഭിക്കും. ചിലപ്പോഴൊക്കെ പുലാസാൻ മരങ്ങൾ ഒന്നിടവിട്ട വർഷം കായ്ക്കുന്നതായും ശുഷ്ക വർഷങ്ങളിൽ പേട്ടുകായകൾ കൂടുന്നതായും കാണുന്നു. അകാലത്തിൽ പെയ്യുന്ന വേനൽ മഴ പൂക്കൾ കൊഴിയാനിടയാകുന്നതും കുറഞ്ഞ വിളവിന് ഒരു കാരണമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാലവർഷാരംഭത്തോടെ ചെടിയുടെ ചുവട്ടിൽ 50 മുതൽ 100 കിലോ ആട്ടിൻകാഷ്ടം അതല്ലെങ്കിൽ തുല്യ അളവിൽ മറ്റു ജൈവവളങ്ങൾ, പച്ചിലവളം മുതലായവ കൊടുത്തു പുതയിട്ടും നനച്ചും സംരക്ഷിക്കുന്ന തോട്ടങ്ങളിൽ മരം ഒന്നിന് 300 കിലോ വരെ കായകൾ കിട്ടും. അധിക ഭാരം കാരണം കായകൾ തിങ്ങിയ ശിഖരങ്ങൾ കാലവർഷക്കാറ്റിൽ പൊട്ടി വീഴാൻ സാധ്യതയുള്ളതിനാൽ നല്ല ബലമുള്ള താങ്ങ് കൊടുത്തും അധികമുള്ള കായകൾ ആരംഭത്തിൽ തന്നെ നീക്കിയും ഭാരം ക്രമീകരിക്കണം. രാസവള പ്രയോഗവും കൊത്തും കിളയും ഒക്കെ ഒഴിവാക്കി പുലാസാൻ മരങ്ങളെ തീർത്തും ജൈവിക രീതിയിൽ പരിപാലിക്കുന്നതാവും ഉത്തമം. വിളവെടുപ്പും വിപണനവും. ഉയരം കുറഞ്ഞ് പടർന്നു വളരുന്ന മരമാകയാൽ വിളവെടുപ്പ് താരതമ്യേന എളുപ്പമാണ്. മൂപ്പെത്തിയ കായകൾ വല ഘടിപ്പിച്ച ഒരു തോട്ടി ഉപയോഗിച്ച് അനായാസം പൊട്ടിച്ചെടുക്കാം. ഒരു മരത്തിലെ മുഴുവൻ കായകളും ജൂലൈ ആദ്യ ആഴ്ച മുതൽ അവസാനം വരെയുള്ള ഒരു മാസത്തിനുള്ളിൽ 4-5 തവണകളായി പറിച്ചെടുക്കാം. മൂത്തു പഴുത്ത കായകൾ മരത്തിൽ ഏതാണ്ട് 2 ആഴ്ചയോളം കേടുകൂടാതെയും പൊഴിയാതെയും നിൽക്കും. കായകൾ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ 4 മുതൽ 5 ദിവസത്തിലകം സൂക്ഷിക്കാൻ സാധ്യമല്ലാത്തതിനാൽ വിപണി സാധ്യത നോക്കി മാത്രം വിളവെടുക്കുക. ബ്രൗൺ നിറമുള്ള കായകൾ പാകമാകുന്നതോടെ ഇരുണ്ട പർപ്പിൾ നിറമാകുകയും പുറന്തോട് ഞെക്കിയാൽ മൃദുവാകുകയും ചെയ്യും. കുലകളിൽ നിന്നും ഞെട്ടുകൂട്ടി അടർത്തിയ കായകൾ വായുസഞ്ചാരമുള്ള കുട്ടകളിൽ അടുക്കി ഇല കൊണ്ട് മൂടി വിപണിയിലെത്തിക്കുന്നു. പോളിത്തീൻ കവറുകളിൽ സീൽ ചെയ്ത കായകൾ ശീതീകരണികളിൽ 6 മുതൽ 7 വരെ ദിവസം കേടുകൂടാതെ ഇരിക്കും. ചില തോട്ടങ്ങളിലെ വിളവെടുപ്പ് മൊത്തമായി തന്നെ നഴ്സറി ഉടമകൾ തൈ ഉൽപ്പാദനത്തിനായി കൊണ്ടുപോകുന്ന പതിവുമുണ്ട്. സസ്യ സംരക്ഷണം. രോഗകീടബാധ താരതമ്യേന കുറവാണ്. പേട കായ്ക്കുക, ഒന്നിരാടൻ കായ്ക്കുക എന്നീ സ്വഭാവങ്ങൾ കാണാറുണ്ട്. ഉപ്പുകാറ്റേൽക്കുന്ന തീരപ്രദേശങ്ങളിൽ വളർച്ച മുരടിപ്പും ചില സ്ഥലങ്ങളിൽ കൊമ്പുണക്കവും വൈറസ് ബാധ പോലെ തോന്നിക്കുന്ന തളിരു മുരടിപ്പും കണ്ടുവരുന്നു. മണ്ണിലെ ബോറോൺ അഭാവം സസ്യവളർച്ചയെ ബാധിക്കാറുണ്ട്. ചെങ്കൽ മണ്ണ്, പാറപ്പൊടി മുതലായവ ചെടിയുടെ ചുവട്ടിൽ ഇറക്കി കൊടുക്കുന്നതും ജൈവവള പ്രയോഗവും ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായകമാണ്. വവ്വാൽ, മരപ്പട്ടി, അണ്ണാൻ, എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായകൾ നശിപ്പിക്കാറുണ്ട്. പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായുസഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം. ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. രോഗവിമുക്തിക്ക് ജീരകം. അംബ്ലിഫെറ എന്ന സസ്യകുലത്തിൽപ്പെടുന്ന വാർഷിക സസ്യമായ ജീരകം ആംഗലേയ ഭാഷയിൽ കുമിൻ എന്നും ദേവഭാഷയായ സംസ്കൃതത്തിൽ അങ്കാംഗി എന്നും അറിയപ്പെടുന്നു. ജീരകം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സ്വന്തം ഗുണങ്ങളെ കൊണ്ട് രോഗമുക്തിക്ക് വഴിയൊരുക്കുന്നു എന്നാണ്. ജീരകവും അല്പം ശർക്കരയും കൂടി ചവച്ചു തിന്നുന്നത്
അതല്ലെങ്കിൽ ചിറ്റമൃതിൻ്റെ നീരിൽ ജീരകം പൊടിച്ചു ചേർത്ത് കഴിക്കുന്നത് പനിയെ മാറ്റുമെന്ന് അഷ്ടാംഗ ഹൃദയത്തിൽ വാഗ്ഭടൻ പ്രതിപാദിക്കുന്നുണ്ട്. ഉറക്കക്കുറവ് മൂലം കഷ്ടപ്പെടുന്നവർ ജീരകം, ഇരട്ടി മധുരം എന്നിവ സമ അളവിൽ ചേർത്ത് പൊടിച്ചു കഴിക്കുന്നത് ഫലവത്താണെന്ന് ആയുർവേദം സാക്ഷ്യപ്പെടുത്തുന്നു. ജീരകചൂർണം പഞ്ചസാര ചേർത്ത് സേവിക്കുന്നത് മൂത്രജന്യ രോഗങ്ങൾ ശമിപ്പിക്കും. അതുപോലെ ജീരകം അരച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ അരുചി, ഛർദി, വയറുവീക്കം, കൃമി എന്നിവ അകറ്റും. തുളസിയില ഇടിച്ച് പിഴിഞ്ഞ നീരിൽ ജീരകം അരച്ച് കലക്കി എണ്ണ കാച്ചി തേച്ചാൽ തുമ്മലിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ചുമശല്യത്തിന് അറുതി വരുത്താൻ ജീരകവും ചുക്കും പൊടിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ മതി. വയറ്റിൽ വേദന, വായുക്ഷോഭം എന്നീ അസുഖങ്ങൾക്ക് ജീരകം കഷായം വെച്ച് കഴിക്കുന്നത് ഗുണകരമാണ്. നിത്യവും ജീരകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ദഹനശക്തിക്കും ശരീരരക്ഷയ്ക്കും വളരെയധികം പ്രയോജനം ചെയ്യും. പ്രസവിച്ച സ്ത്രീകൾ നെയ്യും ജീരകവും ചേർത്ത് ദിവസവും കഴിച്ചാൽ മുലപ്പാൽ വർധന ഉണ്ടാകുന്നതാണ്. തേൾവിഷം ശമിപ്പിക്കാൻ ജീരകം പൊടിച്ച് തേനും ഉപ്പും വെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് ലേപനം ചെയ്യുന്നത് വിഷശമനത്തിന് ഫലവത്താണ്. ജീരകം ചെറുനാരങ്ങാനീര് ചേർത്ത് കഴിച്ചാൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ഛർദിക്ക് ആശ്വാസം ലഭിക്കും. ജീരകം പശുവിൻ നെയ്യിൽ വറുത്തരച്ച് പുരട്ടിയാൽ കുരു പഴുത്തുപൊട്ടും. ജീരകം, കൊത്തമല്ലി സമം എടുത്ത് അരച്ച് കൽക്കമാക്കി കഴിച്ചാൽ കഫം, പിത്തം, ഛർദി, അരുചി എന്നിവ ശമിക്കും. സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ജീരകത്തിന്റെ സേവനം മഹത്താണെന്ന് നമ്മിൽ എത്ര പേർക്കറിയാം? മുടി സമൃദ്ധമായി വളരുവാനും തലമുടിയുടെ ശരിയായ ആരോഗ്യത്തിനും ജീരകം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹെർബൽ ഓയിൽ ഉപയോഗിക്കാം. ജീരകം, കുരുമുളക് എന്നിവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ. തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് 10 മിനിറ്റിന് ശേഷം കഴുകി കളയുക. ഇത് ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലമുടിക്ക് അഴകും ആരോഗ്യവും നൽകും. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.